VS കോഡിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു പൈജാമ എങ്ങനെ ചെയ്യാമെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്തു? പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു, പൈജാമ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഓൾറെഡി നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ക്ലാസ് സെക്കൻഡ് പോയി നോക്കുക. അതിലെങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എങ്ങനെയാണ് പൈത്തൺ ചെയ്യുക നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിലെന്ത് ചെയ്യുക? VS കോഡ് ഡൗൺലോഡ് ഫോർ നിങ്ങളുടെ ഏതാണ് OS അത് കൊടുക്കുക. ഓക്കെ, വിൻഡോസ്. ഇനി നിങ്ങളുടെ വെർഷൻ ഏതാണ് ആ വെർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും അടിച്ചു കൊടുക്കാം. ഓക്കെ, നിങ്ങൾ 11 ആണോ 10 ആണോ ഈ 10ൻ്റെ താഴേക്കാണോ നിങ്ങൾക്ക് ഏതാണെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. ഓക്കെ, സോ ജസ്റ്റ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത് VS കോഡ് ഡൗൺലോഡ് ഫോർ വിൻഡോസിനാണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിലെന്ത് ചെയ്യുക? ഇവിടെ കണ്ടോ വിൻഡോസ്, ഈ ഒരു ബ്ലൂ ബട്ടൻ്റെ ഉള്ളിൽ കണ്ടോ വിൻഡോസ് 10 11 വെർഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇത് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഈ മാക്കാണെങ്കിൽ മാക്ക് നിങ്ങളുടെ ഏതാണ് അത് നോക്കി അത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യുക? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യണ്ടേ. സോ നമ്മൾ ഓപ്പൺ ചെയ്യുക. എവിടെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ പോയി ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ സെർച്ച് കൊടുത്താൽ മതി. സെർച്ച് കൊടുത്താൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇത് കണ്ടോ വന്നു. അതിനെന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോയിൽ കുറച്ച് ഓപ്ഷൻസ് കാണും. ഓക്കെ, നോക്കാം അല്ലേ. സോ ഈ ഓപ്ഷൻസിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ സൈഡിലുള്ള ഈ സൈഡ് ബാറിലുള്ള ഓരോ ഐക്കൺസും ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ കൊണ്ട് വെക്കുമ്പോൾ കണ്ടോ അത് എന്തൊക്കെയാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഇവിടെ കണ്ടോ എക്സ്റ്റെൻഷൻസ്. ഈ എക്സ്റ്റെൻഷൻസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഇൻസ്റ്റാൾ ചെയ്യാണ്ട് പൈത്തൺ ചെയ്യാൻ. ഒന്ന് പൈത്തൺ കണ്ടോ, നമ്മൾ പൈത്തൺ അടിക്കുമ്പോൾ തന്നെ താഴെ ഓപ്ഷൻസ് വരും. ഈ പൈത്തൺ കണ്ടോ ഇവിടെ അൺഇൻസ്റ്റാൾ ആണ്. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം? പൈത്തൺ ഡീബഗ്ഗർ. എന്താണ്? പൈത്തൺ ഡീബഗ്ഗർ. ഇത് കണ്ടോ ഇവിടെ ഉണ്ട് ഓൾറെഡി. അതും ഇൻസ്റ്റാൾ ചെയ്യണം. നെക്സ്റ്റ് എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? കോഡ് റണ്ണർ. എന്താണ്? കോഡ് റണ്ണർ. ഓക്കെ, അതും ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇത് 3 ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കൊരു പ്രൊജക്റ്റ് അല്ല ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്തു നോക്കണം. ഇത് വർക്കാണോ എന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫയൽ എടുക്കുന്നു. ന്യൂ ഫയല്. അതിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുന്നു. സോ നമ്മൾ തേർഡ് ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ third.py. ഓക്കെ, എൻ്റർ അടിക്കുന്നു. നമുക്കിത് എവിടെ സേവ് ചെയ്യണം അതാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് പൈത്തൺ പ്രോഗ്രാംസ്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഇവിടെ third.py എന്ന ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് ആയി. കണ്ടോ ഒരു python.py എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എവിടെയാണ്?
എവിടെയാണ് പൈത്തൺ പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ third.py. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോൾഡറിൽ തന്നെ ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം അടുത്ത പ്രോഗ്രാം സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോൾഡറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യണം. അത് ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഫോൾഡർ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്താലോ? പ്രിന്റ് ഹലോ. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കിയാലോ? റൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? ഹലോ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി അല്ലേ? ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഒരു റൺ ഐക്കൺ, ഇതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ റൺ ഐക്കൺ ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡും ചെയ്യാം. അതിന് ഇത്രയേ ഉള്ളൂ. ടെർമിനലിൽ എടുക്കുക, അതിൽ പൈത്തൺ സ്പേസ് നമ്മുടെ ഫയലിൻ്റെ നെയിം എന്താ? third.py. ഓക്കെ, നമുക്ക് എൻ്റർ അടിച്ചാലോ? സോറി, ഒരു എറർ വന്നിട്ടുണ്ട്. എന്താണ് എറർ വന്നത്? എന്തായിരിക്കും എറർ വന്നത്? ഇത് വേറൊരു ഫയലാണ്. ഓക്കെ, സോ നമുക്ക് പോകേണ്ടത് ഇത് ഞാൻ ഓൾറെഡി ചെയ്ത ഒരു ഫയലായതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്, അതുകൊണ്ടാണ് എറർ അടിച്ചത്. ഓക്കെ, ഇത് വേറൊരു ഫോൾഡറിൽ ഞാൻ പ്രൊജക്റ്റ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് പോകണം അല്ലേ? സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്കൊന്നും കൂടെ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ പോരെ? ഓപ്പൺ ഫോൾഡർ. എവിടെയാണ് നമ്മൾ കൊടുത്തേക്കണത്? ഈല് എന്താ പേര്? ഇത് സെർച്ച് ചെയ്താൽ പോരെ? പൈത്തൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ വരില്ലേ? പൈത്തൺ എന്താണ്? പൈത്തൺ പ്രോഗ്രാംസ്. ഓക്കെ, ഫോൾഡർ സെലക്ട് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. കാരണം ഓൾറെഡി ഞാൻ ചെയ്ത ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതാണ് ടെർമിനലിൽ വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്യാം, ഓപ്പൺ ഇൻറ്റിഗ്രേറ്റഡ് ടെർമിനൽ എന്ന് കൊടുത്താൽ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം നമ്മൾ ടെസ്റ്റ് ചെയ്ത പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടി ടെർമിനൽ എടുത്താലോ? എടുത്തു അല്ലേ? ടെർമിനൽ എടുത്തു. ഇപ്പം നമ്മുടെ എവിടെയാണ് കിടക്കുന്നത്? പൈത്തൺ. കണ്ടോ? പൈത്തൺ പ്രോഗ്രാംസ്. ഓക്കെ, പൈത്തൺ പ്രോഗ്രാംസ്. ഇപ്പോൾ പൈത്തൺ പ്രോഗ്രാംസിനുള്ളിലാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത് അല്ലേ? ഇനി നമുക്ക് അടിച്ചു നോക്കിയാലോ? പൈത്തൺ സ്പേസ് third.py എൻ്റർ അടിച്ചാലോ? കണ്ടോ? ഔട്ട്പുട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തു നോക്കുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, VS കോഡ് ഡൗൺലോഡ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനു മുമ്പ് ചെയ്ത പൈജാമിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പൈത്തൺ നമുക്ക് ഫസ്റ്റ് തൊട്ട് നമുക്ക് തുടങ്ങാം. പൈത്തണിൻ്റെ ഡേറ്റ ടൈപ്സും അങ്ങനെ നമുക്ക് പഠിച്ച് പോവാം. ഓക്കെ.